പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി ആരാകണമെന്ന് ന്യൂസ് മലയാളം പ്രീ പോൾ സർവേയിൽ മനസ്സ് തുറന്ന വോട്ടർമാർ 36.4% പേരും ആഗ്രഹിക്കുന്നത് പിണറായി വിജയന്റെ മൂന്നാം ഊഴമാണെന്നാണ് സർവേ ഫലം. വി.ഡി. സതീശനെ പിന്തുണച്ചത് 22% പേരാണ്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് രമേശ് ചെന്നിത്തലയേക്കാൾ സർവേയിൽ പങ്കെടുത്തവർ പിന്തുണച്ചത് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനെയാണ്. വനിതാ മുഖ്യമന്ത്രി വേണമെന്നാണ് ഭൂരിപക്ഷത്തിന്റെയും അഭിപ്രായം. തുടർഭരണം CPIM-നെ ദുഷിപ്പിക്കുമെന്ന് 52.30% പേരും അഭിപ്രായപ്പെട്ടു. ഇതൊന്നും കൂടാതെ നിരവധി ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് കേരളത്തിലെ വോട്ടർമാർ ന്യൂസ് മലയാളം സർവേയിൽ നൽകിയത്. സർവേയുടെ വിശകലനങ്ങളുമായി ഗൗതം അമ്രകുഞ്ചം നമുക്കൊപ്പം തത്സമയമുണ്ട്. ഗൗതം, ഗുഡ് മോർണിംഗ്. ഇന്നലെ ഏറെക്കുറെ ഇതേ സമയത്ത് നമ്മൾ ന്യൂസ് മലയാളം പ്രീ പോൾ സർവേയുടെ ആദ്യ ഭാഗം കഴിഞ്ഞതിന് ശേഷം ഏറെക്കുറെ ഇതേപോലത്തെ ഒരു വിശകലനമായിരുന്നു ഇന്നലെയും. അപ്പം ഞാൻ ഗൗതമിനോട് ചോദിക്കുമ്പോൾ ഗൗതം പറയുന്നുണ്ടായിരുന്നു, ഇത് പൂർണ്ണമായിട്ടും മനസ്സ് പറയാറായിട്ടില്ല സേതു, നാളെയും കൂടി കഴിയട്ടെ, അതിനുശേഷം പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ 2 ദിവസം കഴിഞ്ഞു. 2 ദിവസത്തെയും പ്രീ പോൾ സർവേ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചു. ഇനി പറയൂ ഗൗതം, എന്താണ് കേരള ജനതയുടെ മനസ്സിൽ? അതായത് ഇപ്പോഴും അപ്രവചനീയം എന്ന് മാത്രമേ അതിനകത്ത് പറയാൻ കഴിയൂ. കാരണം ശ്രദ്ധിക്കുക, നമ്മുടെ വളരെ പിൻ പോയിന്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ന്യൂസ് മലയാളം ന്യൂസ് സർവേയിൽ നമ്മൾ മുന്നോട്ട് വെച്ചത്, പ്രീപോൾ സർവേയിൽ മുന്നോട്ട് വെച്ചത്. അതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ തുടരണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് എല്ലാ വിഭാഗത്തിലും കൂടുതലുള്ള. മതാടിസ്ഥാനത്തിൽ, ഏജിൻ്റെ അടിസ്ഥാനത്തിൽ, അതായത് പ്രായത്തിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുന്ന സർവേയിലായാലും മതസാമുദായിക സംഘടനകളുടെ അല്ലെങ്കിൽ മതവിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ പ്രതികരണത്തിൽ നിന്നുള്ളതിലായാലും ഒക്കെ മുന്നിട്ട് നിൽക്കുന്നത് പിണറായി വിജയനാണ്. പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകണമെന്നാണ് ഭൂരിപക്ഷം ആളുകളും ആഗ്രഹിക്കുന്നത് എന്ന വ്യക്തമായ ഒരു ഉത്തരം നമ്മുടെ സർവേ തരുമ്പോൾ തന്നെ തുടർഭരണം ദുഷിപ്പിക്കുമെന്ന് പറയുന്ന 52% പേർ ഈ സർവേയുടെ ഭാഗമായിട്ടുണ്ട് എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത. അപ്പോൾ ഇത് രണ്ടിനെയും കൂടി നമുക്ക് എങ്ങനെ ഒരു വിലയിരുത്തൽ അല്ലെങ്കിൽ ഒരു അച്ചിൽ എങ്ങനെ വാർത്തെടുക്കാൻ കഴിയുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അപ്പോഴാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച, ഇന്നലെയും സൂചിപ്പിച്ച, ഇതിൽ സ്വിംഗ് വോട്ടുകൾക്കായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം ഉണ്ടാവുക, അല്ലെങ്കിൽ അവരായിരിക്കും കാര്യങ്ങൾ തീരുമാനിക്കുക എന്ന നിലയിലേക്ക് പോകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചില ഫാക്ടറുകൾ നോക്കിക്കഴിഞ്ഞാൽ, മുഖ്യമന്ത്രിയാകണമെന്ന് പിണറായി വിജയൻ തന്നെ മുഖ്യമന്ത്രിയെ തുടരണമെന്നതാണ് ജനങ്ങളുടെ ആഗ്രഹമെന്ന് ഈ സർവേ മുന്നോട്ട് വെക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു വനിതാ മുഖ്യമന്ത്രി വരണം എന്നത് സംബന്ധിച്ചും ജനങ്ങൾ കൃത്യമായിട്ടുള്ള നിലപാടെടുത്തിരിക്കുന്നു. വനിതാ മുഖ്യമന്ത്രിയുടെ സാധ്യത ഭൂരിപക്ഷം അഭിപ്രായം പറയുന്ന ആളുകളും തള്ളിക്കളയുന്നില്ല, അവർ അത് മുന്നോട്ട് വെക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾ, അതോടൊപ്പം തന്നെ ജമാഅത്തെ ഇസ്ലാമുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, മൃദുഹിന്ദുത്വ സമീപനവുമായി CPM-നെതിരെ നടത്തിയിട്ടുള്ള അല്ലെങ്കിൽ സർക്കാരിനെതിരെ നടത്തിയിട്ടുള്ള ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും, ഈ വിഷയങ്ങളിലൊക്കെ തന്നെ ജനങ്ങൾക്ക് കൃത്യമായ നിലപാടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ബാധിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് വിലയിരുത്താനാകുന്ന ഒരു വിഷയം ശബരിമലയാണ്. ആ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ അത് സർക്കാരിനെ പ്രതികൂലമായി ബാധിക്കുമെന്ന് പറയുന്ന ആളുകൾ കൂടുതലാണ്. അതേസമയം മറ്റ് വിഷയങ്ങളൊക്കെ തന്നെ, അതായത് ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടുള്ള ബന്ധം, അതോടൊപ്പം തന്നെ മൃദുഹിന്ദുത്വ സമീപനം തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളൊക്കെ തന്നെ ആളുകൾ സർക്കാരിനെ ബാധിക്കില്ല, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിനെ ആ രീതിയിൽ ബാധിക്കുന്ന വിഷയങ്ങളല്ല എന്ന നിലയിലാണ് അഭിപ്രായം പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഈ മുഖ്യമന്ത്രി പദത്തിലേക്ക് ആരെ തിരഞ്ഞെടുക്കുമെന്നുള്ള ചോദ്യത്തിന് ഒന്ന് രമേശ് ചെന്നിത്തലയും രാജീവ് ചന്ദ്രശേഖരനും തമ്മിലുള്ള മത്സരം നടന്നാൽ അത് രാജീവ് ചന്ദ്രശേഖരന് അനുകൂലമായി മാറുന്നു. നേരിയ തരത്തിലെങ്കിലും രാജീവ് ചന്ദ്രശേഖരന് മുൻതൂക്കം ലഭിക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നു എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത. എന്തായാലും മുഖ്യമന്ത്രിയായി 3ാം തവണയും പിണറായി വിജയൻ വരണമെന്നുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുന്ന ആളുകളാണ് കൂടുതലുള്ളത്. ഈ സർവേ നൽകുന്ന ഒരു ഔട്ട്പുട്ട്, ടോട്ടൽ ഔട്ട്പുട്ട് അനുസരിച്ച് LDF-ന്റെ നേരിയ മുൻതൂക്കം നിലനിൽക്കുന്നുണ്ട്. പക്ഷേ നെക്ക് ടു നെക്ക് ഫൈറ്റ് നടക്കുമെന്നതിൽ യാതൊരു തർക്കവുമില്ല. അത് സ്വിംഗ് വോട്ടുകൾ തീരുമാനിക്കുന്ന, അതായത് ഈ മണ്ഡലത്തിൽ പ്രത്യേക അഭിപ്രായമില്ലാത്ത ശരാശരി അഭിപ്രായം പറയുന്ന ആളുകൾ എങ്ങനെ വോട്ട് ചെയ്യുമെന്നതനുസരിച്ചായിരിക്കും ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് ഫലം എന്നതിൽ യാതൊരു തർക്കവുമില്ല. ശരി, അപ്പം